എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത മോൾ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ്. അപ്പോൾ നമുക്കേ 2025 ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. പൊതുവിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സമാധാനം, സന്തോഷം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യമൊക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മനക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വിജയവും ധനനേട്ടവും മനസ്സുഖവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവാനും യോഗമുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം വരും, ഇനിയിപ്പോൾ മൊത്തം പ്രശ്നമാണ് എന്നായിരിക്കും അടുത്ത കമൻറ്റ് വരിക. ആ പ്രശ്നം എന്നുള്ളതേ നിങ്ങളുടെ തോന്നലാണ്. നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ അങ്ങനെ ഒരു മുൻവിധി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ജാഥയായിട്ടിങ്ങ് വരും. നേരെ തിരിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്നങ്ങോട്ട് ചിന്തിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ ജീവിതത്തിൽ നല്ല വിജയങ്ങളും നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ നമ്മുടെ കൂടെ ഇങ്ങ് പോരും അല്ലേ. നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഭക്ഷണമൊന്നും കൃത്യസമയത്ത് കഴിക്കാതിരുന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് അത് സമയദോഷമാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൊതുവിൽ ആയില്യം നക്ഷത്രക്കാർ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വളരെയധികം ശ്രദ്ധിക്കണം. മാനസികമായ ഉല്ലാസങ്ങൾക്കും സന്തോഷങ്ങൾക്കും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും ഒക്കെ സമയം കണ്ടെത്തുകയും അതുവഴി ജീവിതത്തിൽ നല്ല പുരോഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ്. വസ്തുവകൾ വാങ്ങുന്നതിനും വാഹനം സ്വന്തമാക്കുന്നതിനും അതുപോലെ നല്ല വീട് വയ്ക്കുന്നതിനും വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിനും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ നേട്ടങ്ങൾ നേടാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സമുള്ളവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹം നടക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്കോടെ, അതായത് പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്നൊരു പരാതി വരാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്നതിൽ അതിൽ കൂടുതൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഓർമ്മയിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാൻ സാധിക്കുകയും അതുവഴി നല്ല മാർക്ക് വാങ്ങാനും സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് കേട്ടോ. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നേട്ടങ്ങൾ എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മുടെ മനസ്സിലും കൂടി ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതിനൊക്കെ വിജയിക്കുന്ന വർഷമാണ്. കൃഷി കാര്യങ്ങളിലൊക്കെ പുരോഗതി നേടുന്നതിനും നാൽക്കാലികളിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിനും വാഹനം വഴി ധനനേട്ടമുണ്ടാക്കുന്നതിനും സന്താനങ്ങൾ മുഖാന്തരം സൽപ്പേര് നേടുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണിത് ആയില്യം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾക്ക് ഓടിയെത്താൻ സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കാതെ എനിക്ക് അതിലും നന്നായി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ അങ്ങ് പരിശ്രമിക്കുകയല്ലേ. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.